അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് വന്നിട്ടുണ്ട്. ചട്ടിയിലാണ് അതിങ്ങനെ സെർവ് ചെയ്തിരിക്കുന്നത്. ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള പഴയ ട്രൈഡൻറ്റ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഇപ്പോഴും ഫേൺ ഏറ്റെടുത്ത് കിടക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ 2 ദിവസം താമസിക്കാനായിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയും എറണാകുളമല്ല ഒന്ന് ചുറ്റിക്കറങ്ങിയാണ് നമ്മൾ ഉദ്ദേശം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പോൾ പല പാർട്ടുകളായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിനെ പറ്റിയിട്ടുള്ളതാണ്. വരുന്ന വഴി നമ്മൾ നമ്മുടെ കഫേ ഡി കൊച്ചി, പണ്ട് നമ്മൾ ചെറിയ റീൽസൊക്കെ ചെയ്തിരുന്നു, അവിടുത്തെ ഫുഡ് കഴിച്ചു, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ കൂടുതൽ നേടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫോർട്ട് കൊച്ചിയിൽ നല്ല വെറൈറ്റി വൈബ് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇവിടം. നല്ല ഫ്രഷ് ഫിഷ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഹമൂറുണ്ട്, പൂമീനുണ്ട്, കലമാരിയുണ്ട്, കൊഞ്ചുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഗ്രില്ല് ചെയ്തോ പൊരിച്ചോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ നമുക്ക് സെർവ് ചെയ്യും. കഫേ ഡി കൊച്ചി എന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിരവധി ഐറ്റംസ് അവൈലബിൾ ആണ്. ഫിഷ് മാത്രമൊന്നുമല്ല, ഫ്രഷ് ലെമൺ സോഡയൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഓരോരോ നമ്മൾ ഓർഡേഴ്സ് ഇങ്ങനെ അവർ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് വന്നിട്ടുണ്ട്. ചട്ടിയിലാണ് അതിങ്ങനെ സെർവ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിക്കൻ ഹാക്ക നൂഡിൽസ്, വെജ് ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഓർഡർ. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കലമാരി എന്ന് പറയുന്ന നമ്മുടെ നാടൻ കണവ, ആ ഒരു റോസ്റ്റ് നല്ല മസാല പെരണ്ട രീതിയിലായിരുന്നു. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഹാക്ക ചിക്കൻ നൂഡിൽസ്, അതും അടിപൊളി ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കഫേ ഡി കൊച്ചി നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ ഒരു ഹാർബർ ബ്രിഡ്ജിലൂടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്ന ഫേൺ ഹോട്ടൽസ് സ്ഥിതി ചെയ്യുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡിലെ ഈ ഒരു ഭാഗം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോളെല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വിടുന്നത്. അങ്ങനെ ടോളെല്ലാം കൊടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നമ്മൾ ഫേൺ ഹോട്ടലിൽ എത്തിച്ചേർന്നു. അവർ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോട്ടലിലെ ഈ ഒരു ലോബിയും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. പെട്ടെന്ന് തന്നെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ലിഫ്റ്റ് കയറി നമ്മൾ മുകളിലത്തെ നിലയിലുള്ള റൂമിലേക്ക് പോവുകയാണ്. ഒരുപാട് റൂംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടന്നാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിച്ചേർന്നത്. ഇനി റൂമിൻ്റെ കുറച്ച് വ്യൂസ് നമുക്ക് കാണാം. ഈ ഒരു ലൈറ്റ് കണ്ട, ഇതൊന്നും ഇപ്പം അങ്ങനെ ഹോട്ടൽസിലൊന്നും കാണുന്നൊരു സംഭവമല്ല. ഇവിടത്തേക്ക് ഹെറിറ്റേജ് ഹോട്ടൽ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സംഭവം ഇവിടെ ഒരു കോർണറിലുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഒരു വലിയ സംഭവം ചെയ്തിട്ടുണ്ട്. അല്ല കൂടുതൽ ലൈറ്റിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ടി വിയുടെ അടുത്തായിട്ട് ഇവിടെ മിറർ, അതിൻ്റെ അടുത്തായിട്ട് ഒരു ലൈറ്റ്, അങ്ങനെ 2 ലൈറ്റുണ്ട്. മുകളിൽ സീലിങ്ങിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു അവസ്ഥ. ചെക്കിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറമേ ഒന്ന് നടക്കാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടുത്തെ ഈ ഒരു ആർച്ച് കണ്ടോ, ഈ ആർച്ച് ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ല വലുപ്പത്തിൽ. ആ തൂണിൻ്റെയൊക്കെ ഒരു വീതിയൊക്കെ കണ്ടോ, ഭയങ്കര വീതിയിലാണ് ആ തൂണെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ പഴയ കെട്ടിടമാണ് കേട്ടോ. ഒരുപാട് കാറിന് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ചോലകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ ഫേൺ ഹോട്ടൽ നിൽക്കുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. വില്ലിംഗ്ടൺ ഐലൻഡിൽ നമുക്ക് ഒരു എയർപോർട്ടുണ്ട്. അത് നമ്മുടെ നേവിയോ എയർഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. തൊട്ടടുത്തായിട്ട് നമ്മുടെ നേവിയുടെ ഒരുപാട് ഷിപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടുത്തെ ലൊക്കേഷനെ പറ്റിയൊക്കെ കൂടുതൽ ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് കൂടുതലും ബാംഗിൾസ്, നമ്മുടെ വളകളൊക്കെയാണ്. ഇത് രാജസ്ഥാനിൽ നിന്നെല്ലാം വരുന്ന തരത്തിലുള്ളതാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഇത് നമ്മുടെ ഫേൺ ഹോട്ടലിനകത്ത് തന്നെ ഇവർ കീപ്പ് ചെയ്യുന്ന 1-2 സ്റ്റോറിലുള്ള വ്യൂസ് ആണ്. ഇവിടെ കുറച്ച് സുവനീർ ഐറ്റംസ്, നമ്മുടെ ആർട്ട് വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന കുറച്ച് സ്റ്റോറൊക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടല്ലോ, വ്യത്യസ്തമാർന്ന കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സ്റ്റോറുകൾക്കടുത്തുള്ള ഡോറ് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത്. പണ്ട് ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ചരിത്രം ഈ ഹോട്ടലിനുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ ചാം, ഒരു മോഡേൺ ലക്ഷറി, അങ്ങനെ ഒരു മിക്സ്, അതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡായിട്ട് അതിമനോഹരമായിട്ട് ഈ ഒരു ഹോട്ടൽ ഇപ്പോഴും അവർ സംരക്ഷിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ കിടിലം വ്യൂസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് ഊഞ്ഞാലും ചെറിയൊരു കുളവും ചെറിയൊരു കാടിൻ്റെ അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ലൊരു പാർക്കാണൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ. ഈ ഊഞ്ഞാലിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അതുപോലെ തന്നെ ജിംനേഷ്യം ആവശ്യമുള്ളവർക്ക് വേണ്ട അത്യാവശ്യം എക്യുപ്മെൻസുകളോടുകൂടി നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ജിംനേഷ്യം ഇവിടെ അവൈലബിൾ ആണ്. അറിയാവുന്ന കളിയൊന്നും അല്ല, എന്നാലും ചുമ്മാ ഒരു രസം. നമ്മുടെ നിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദിവസവും ഇതാണ് കളിക്കുന്നത്. അയ്യോ, ഇതെടുത്ത് എന്തിനു ഇടന്ന് അറിയാൻ വയ്യ. ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ പാടാണ്. എന്റെ ക്യാമറ അടിച്ച് പറപ്പിച്ചോളയല്ലേ അവിടെ ഇരുപോണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്. അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഈ ഒരു പൂൾ ഗെയിംസ് എല്ലാം ആയിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു, നല്ല ഫൺ തന്നെയായിരുന്നു. ഈ ഒരു പൂൾ ഗെയിമിന് പുറമെ ഇവിടെ ക്യാരംസും അതുപോലെ ചെസ്സും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫേൺ ഹോട്ടൽ, ഇത് പഴയൊരു ബിൽഡിംഗ് ആണ്, പഴയ കേരളീയ രീതിയിലുണ്ടാക്കിയ ഒരു തനത് കേരളീയ ശൈലിയിലെ അടിപൊളി ഒരു ബിൽഡിങ്. ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു എസ്തറ്റിക്ക, ഭയങ്കര ഒരു ഹെറിറ്റേജ്, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ ഒരു ലൈറ്റിൽ ഇത് കാണുക എന്നുള്ളത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റും അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. ഷാബിൻ ചിറ്റ്ലക്കാടൻ സൈനിങ് ഓഫ്.